വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഇലയപ്പം ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഇലയപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഗോതമ്പൊടി ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ലൂസ് ഗോതമ്പൊടിയാണ്. നല്ലതായിട്ട് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിന് കൂടെ തന്നെ ഇല വാട്ടി വെച്ചിട്ടുണ്ട്. വാഴയില ഓരോ പീസുകളായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള തേങ്ങ, ശർക്കര എല്ലാം കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാം. വാട്ടി വെച്ചേക്കുന്ന ഇലയിലോട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നന്നായിട്ട് ഇളകി വരാൻ വേണ്ടിയാണ്. നൈസായിട്ട് നമ്മൾ അതിലോട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മധുരം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ശകലം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കരയാണ് ഞാൻ ഉപയോഗിച്ചത്. പഞ്ചസാര വെച്ച് നമുക്ക് ഉണ്ടാക്കാം. എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ഇഡ്ഡലിക്കുട്ടകത്തിനകത്ത് വെച്ച് കൊടുക്കാം. നമ്മളെല്ലാം പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ പഞ്ചസാര വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, ശർക്കര വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് മാറ്റി കൊടുക്കാം. മുകളിൽ വെച്ച് കൊടുക്കാം, കുഴപ്പമില്ല. ശർക്കരയാകുമ്പോൾ ഒലിച്ചിറങ്ങും. അപ്പം നമ്മുടെ ഇലയപ്പം ഇരുന്ന് വേവട്ടെ. ഇലയപ്പം വെന്തിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. ചൂടാണേ, നല്ല ചൂടാ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടെസ്റ്റർ കൊണ്ട് കൊടുക്കാം. ഒരാൾ നോക്കിയിരിക്കുക. ഇങ്ങനെ ശർക്കര ചേർത്ത ഇലയപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് കൊണ്ട് കൊടുക്കാം. എങ്ങനെയുണ്ടെന്ന് അറിയാവേ. ഇലയൊന്ന് മാറ്റി നോക്കിയാലോ. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. നമുക്കിത് കൊണ്ട് കൊടുക്കാം. അക്ഷമനായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ചൂടാ. ചൂടാ മക്കളെ. അതുകൊണ്ട് നമ്മൾ പിച്ചി കൊടുക്കണം, പിള്ളേരുടെ കൈ പൊള്ളും. ഒരു പീസ് ഒന്ന് എടുത്ത് നോക്കിയേ, എന്നിട്ട് കഴിച്ച് നോക്കിയേ, എന്നിട്ട് ആറിയിട്ട് കഴിക്കാം. പിച്ചി ഇട്ടേക്കുന്നതെന്ന് കഴിച്ചേ. കൊള്ളാമോ? മധുരമൊക്കെ ഉണ്ടോ? സൂപ്പറാണോ? അടിപൊളിയാണോ? അപ്പോൾ ഞങ്ങളുടെ ഇലയപ്പം ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം കമൻറ്റുകൾ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. ഞങ്ങളെയും കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നിടം വരെ ബൈ ബൈ.